നമ്മുടെ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ട് എങ്ങനെ മെഴുക്ക് പുരട്ടി വയ്ക്കാം. അപ്പം അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് 3 പാവയ്ക്കയാണ്. പിന്നെ ചെറിയ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്, ചെറിയ കൊത്തായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇനിയും ഒന്നുകൂടെ കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ 3-4 പച്ചമുളക്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് നോക്കാം. നമ്മൾ മെഴുക്ക് പുരട്ടി പാവയ്ക്ക അരിയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇവിടെ മെഴുക്ക് പുരട്ടി വയ്ക്കുന്നത് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്താണ് ഞാനിവിടെ മെഴുക്ക് പുരട്ടി വയ്ക്കുന്നത്. ഇത് 2-3 തരമായിട്ട് അരിയാം. ഇങ്ങനെ അരിയാം, നീളത്തിലും അരിയാം. നീളത്തിൽ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ റൗണ്ടായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് വൈറ്റ് പാവയ്ക്കയാണ്. കയ്പ്പ് വളരെ കുറഞ്ഞിരിക്കും. നല്ല പച്ച കളറാണെങ്കിൽ അതിന് കയ്പ്പ് കൂടും. അപ്പം പാവയ്ക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ടാലും കയ്പ്പ് കുറയും. പിന്നെ ഈ പാവയ്ക്ക എന്ന് പറയുന്നത് ഒരു മെഡിസിൻ കൂടിയാണ്. ഷുഗറുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പാവയ്ക്കയാണ്. പാവയ്ക്ക ജ്യൂസും അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയായിട്ടും അത് വെറുതെ വേവിച്ച് കഴിക്കുന്നവരുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നല്ല ഗുണങ്ങളുള്ളതാണ് ഈ പാവയ്ക്ക. അപ്പോൾ ഇത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് എങ്ങനെ അരിയും നോക്കാം. തേങ്ങാക്കൊത്ത് ഒന്നുകൂടെ നമ്മൾ കീറണം. കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. നമ്മൾ നീളത്തിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഒന്നുകൂടെ ചെറുതായിട്ട് ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കും. തേങ്ങാക്കൊത്തിട്ട പ്രത്യേക ടേസ്റ്റാണ് മെഴുക്ക് പുരട്ടി. നമ്മൾ വെറുതെ ഉപ്പും മുളകും ആയിട്ട് മെഴുക്ക് പുരട്ടി വയ്ക്കുന്നതിനൊക്കെയല്ല, തേങ്ങാക്കൊത്തിട്ട് നമ്മൾ മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോൾ മെഴുക്ക് പുരട്ടിയുടെ പിന്നെ എന്താ പറയുക, അതിനൊരു കയ്പ്പുണ്ടല്ലോ, പാവയ്ക്കയുടെ കയ്പ്പ് ഈ തേങ്ങാക്കൊത്തയിലും പിന്നെ ഈ ഉള്ളി ഞാനിങ്ങനെയാണ് രണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് നീളത്തിൽ കീറി കൊടുക്കും. അപ്പോൾ ഈ കയ്പ്പ് ഇതിലേക്കൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക്. പിന്നെ നമ്മൾ പച്ചമുളക് ഇങ്ങനെ നീളത്തിലാണ് കീറുന്നത്. ഒരു 5 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാവയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുളകും തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും പാവയ്ക്കായും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ പാവയ്ക്ക അരിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാ കഷ്ണങ്ങളും ഒരേ വലുപ്പത്തിലായിരിക്കണം. കാര്യം അത് വേകാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് ഫ്രൈ ആകാനും എളുപ്പമാണ്. പിന്നെ ഞാൻ ഇത് ചെറിയ പാവയ്ക്ക എന്ന് വെച്ചാൽ മൂക്കാത്ത പാവയ്ക്ക ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തെ ഒന്നും കളഞ്ഞിട്ടില്ല. അത് നല്ലൊരു ടേസ്റ്റാണിത്. ഉണ്ടോ, ഇതൊന്നും കളഞ്ഞിട്ടില്ല. മൂക്കാത്ത പാവയ്ക്കയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. മൂത്ത പാവയ്ക്കയാണെങ്കിൽ അതിൻ്റെ ഇതെല്ലാം എടുത്ത് കളഞ്ഞാൽ മതി. കുരുകളെല്ലാം നമ്മൾ കളയും. ഞാൻ ഇതിലൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനി നമുക്ക് വേവിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാവയ്ക്കെല്ലാം കഴുകി പാനിൽ എല്ലാം വെച്ചിട്ടുണ്ട്. പാവയ്ക്ക, പിന്നെ ചെറിയുള്ളി, പിന്നെ ഇത് തേങ്ങാക്കൊത്ത്, പിന്നെ മുളക്, 5 മുളകാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം 3-4 പ്രാവശ്യം കഴുകി. എന്ന് വെച്ചാൽ പച്ചക്കറി പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ കഴുകണമെന്നത് കൊറോണ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അപ്പം നല്ല രീതിയിൽ നല്ല വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കഴുകി നമ്മളിതിനകത്ത് പാനിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയല്ല, ഉപ്പ്. മുളക് പൊടി നമ്മൾ ഇടുന്നില്ല. മുളക് പൊടിക്ക് പകരം നമ്മൾ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പാവയ്ക്കെല്ലാം കഴുകി പാനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പാവയ്ക്ക, പിന്നെ ഉള്ളി, ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക് എല്ലാം കൂടിയാണ് നമ്മൾ പാനിൽ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പാകാവുള്ളൂ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനിയിപ്പം കുറച്ച് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം വേകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പും ഇട്ടു. ഇനി 2-3 തണ്ട് വേപ്പില. ഗ്യാസ് കത്തിച്ച് നമ്മളിത് ഇളക്കി യോജിപ്പിക്കുക. ഈ വെള്ളത്തിൽ ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുക. ഇത് എല്ലായിടത്തും ഈ മഞ്ഞൾപ്പൊടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിലാവുമ്പം എല്ലായിടത്തും പിടിച്ചോളും. ഇതില്ല, അത് നമ്മൾ ഇപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പം തന്നെ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ സ്ഥലത്തും മഞ്ഞൾപ്പൊടി പിടിക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൽ വേവിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പം വെളിച്ചെണ്ണയ്ക്ക് വളരെ കുറവ് മതി. വെന്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മെഴുക്കുവരട്ടി ആക്കുമ്പോൾ വെളിച്ചെണ്ണ വളരെ കുറവ് മാത്രമേ ഇതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഈ മെഴുക്കുവരട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കാം. വെന്തതിന് ശേഷം വീണ്ടും നമുക്കത് എടുത്തു നോക്കാം. പാവയ്ക്ക നമ്മൾ കുറച്ച് സമയമായി അടച്ച് വെച്ചിട്ട് അത് വെന്തോ നോക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പാവയ്ക്ക എന്നല്ല, പച്ചക്കറി നമ്മൾ അടച്ച് വെച്ച് വേവിച്ചാലുണ്ടല്ലോ അതിൻ്റെ ഗുണങ്ങളെല്ലാം അതിൽ തന്നെ ചേരും. അതുകൊണ്ടാണ് നമ്മൾ ഈ പച്ചക്കറികളായാലും എന്ത് സാധനങ്ങളായാലും അടച്ച് വെച്ച് വേവിക്കുന്നത്. പിന്നെ പെട്ടെന്ന് വേകുകയും ചെയ്യും. ആ ആവിയെല്ലാം അതിൽ തന്നെ തങ്ങി നിന്ന് വേകാനും അത് പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പാവയ്ക്കെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊരു 3 പാവയ്ക്കുണ്ട്. അപ്പോൾ അതിനിയിപ്പം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇനി ഞാനിത് അടച്ച് വെച്ച് വേവിക്കുന്നില്ല. ഇനി ഇത് ഫ്രൈ ആകുന്നിടം വരെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വേകണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലും കുറച്ചുകൂടെ കിടന്നാൽ കുറച്ചുകൂടെ ഫ്രൈ ആയി വരും. പക്ഷേ എനിക്ക് ഇത്രയും മതി. എൻ്റെ ഒരു അളവാണ് ഇത്. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിരുന്നല്ലോ, അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് വെളിച്ചെണ്ണ ഒരുപാട് ആയിട്ടില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ച പാവയ്ക്ക ആയതുകൊണ്ട് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചത്. പക്ഷേ ഒന്നും കൂടുതലായിട്ടില്ല. അപ്പോൾ എല്ലാ പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് ഉടൻ എത്തുന്നതായിരിക്കും. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.